CPM ആലപ്പുഴ ജില്ലാ നേതൃത്വവും സുധാകരൻ MLA-യും വീണ്ടും പോര് ശക്തമാക്കുന്നു. മെഡിക്കൽ കോളേജുകളിലടക്കം സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് വിതരണത്തെ സുധാകരൻ പരിഹസിച്ചിരുന്നു. ഇപ്പോൾ MLA-ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മനു സി പുളിക്കൽ. ദിവസവും കുറഞ്ഞത് 2500 പൊതികളെങ്കിലും നൽകേണ്ട ഇടമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസവും മുടങ്ങാതെ പൊതിച്ചോറുകൾ നൽകുവാൻ സർക്കാരിന് കഴിയുമെന്ന് പറയാൻ അങ്ങേക്കോ പുതിയ ലാവണമായ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ സാധിക്കുമോ എന്ന് മനു സി പുളിക്കൻ ചോദിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മനു സി പുളിക്കൻ സുധാകരനോട് ഇക്കാര്യം ചോദിച്ചത്. സുധാകരൻ പണ്ട് പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ഫോട്ടോ സഹിതമാണ് CPM നേതാവിന്റെ കുറിപ്പ്. ആശുപത്രി കോമ്പൗണ്ടിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഷെഡും വെച്ച് കൊടിയും കെട്ടി അന്നദാനം കൊടുക്കുകയാണെന്നായിരുന്നു സുധാകരന്റെ പരാമർശം. പിന്നെ ഗവൺമെന്റിന്റെ ജോലി എന്താ, ഞങ്ങൾ ചോറ് കൊടുക്കുകയാണ്, കഞ്ഞി കൊടുക്കുകയാണ് എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അവിടെ കൊടിയും കെട്ടും. ഇതെല്ലാം നീക്കം ചെയ്യണം. ഒരു പാർട്ടിയെയും അവിടെ കയറ്റിക്കൂടാ. പാർട്ടിയിൽപ്പെട്ട മനുഷ്യർക്ക് വരാം, അവിടെ പാർട്ടി വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്നും സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 2017 ജൂൺ 3 പദ്ധതി ആരംഭിക്കുമ്പോൾ അന്നത്തെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയായ മനു സി പുളിക്കലും പ്രസിഡന്റായ അനസലിയും ട്രഷറർ ആർ രാഹുലും ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചത് അമ്പലപ്പുഴ MLA കൂടിയായിരുന്ന സുധാകരനെയായിരുന്നു. പദ്ധതി ആരംഭിച്ചിട്ട് 1000 ദിവസം പിന്നിട്ടപ്പോഴും അതിന്റെ ഭാഗമായി നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാനും സുധാകരൻ തന്നെ വന്നിരുന്നു. ഹൃദയപൂർവ്വത്തെ പുകഴ്ത്തിക്കൊണ്ട് അന്നത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. മഹാപ്രളയത്തിലും കോവിഡ് കാലത്തിലും ഒരു ദിനം പോലും തടസ്സപ്പെടാതെ നിന്ന ഹൃദയപൂർവ്വം പദ്ധതിയുടെ മഹത്വത്തെയും അതിന് നേതൃത്വം നൽകിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും അന്ന് വാനോളം ഉയർത്തി സംസാരിച്ച സുധാകരൻ ഇന്ന് അഭിപ്രായം മാറ്റി ആക്ഷേപിച്ച് സംസാരിക്കുന്നുവെന്നും CPM നേതാവ് ആരോപിക്കുന്നു. മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്ക് രജിസ്റ്ററിൽ ദിവസവും 10ഉം അതിലധികവും പേരുടെ ഒപ്പും ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ പേരും കാണാൻ സാധിക്കും. എന്നാൽ ഡിവൈഎഫ്ഐയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ സാധാരണക്കാരായ രോഗികൾക്കുള്ള രക്തവും അങ്ങും അങ്ങയുടെ സർക്കാരും നൽകുമെന്ന് ഉറപ്പുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. നൽകിയ ഉറപ്പുകൾ ഇന്നേവരെ പാലിക്കാതെ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് കയറ്റിവിട്ട ചരിത്രമാണ് കേരളം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾക്ക് ഉള്ളതെന്നും മനു സി പുളിക്കൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ആർജവമുണ്ടെങ്കിൽ അത് ചെയ്തു കാണിക്കണം. അല്ലാത്ത പക്ഷം പറഞ്ഞുപോയ അബദ്ധം തിരിച്ചറിഞ്ഞ് നിസ്സഹായരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ലഭിക്കുന്ന ഭക്ഷണപ്പൊതികളും രക്തദാനവും ഇല്ലാതാക്കുന്ന പ്രസ്താവനയിൽ നിന്ന് പിന്മാറണമെന്നും CPM നേതാവ് ആവശ്യപ്പെട്ടു.